എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ജൂൺ 21 ഇന്ന് ലോകമെമ്പാടും യോഗാ ദിനമായി ആചരിക്കുകയാണ്. 2015 മുതലാണ് യോഗാ ദിനം അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുവാൻ തുടങ്ങിയത്. യോഗയുടെ എല്ലാവിധ പ്രാധാന്യങ്ങളും മനസ്സിനും ശരീരത്തിനുമുള്ള അത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ മനസ്സിലാക്കിയതിനു ശേഷമാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി UN ആചരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ ഈ യോഗാ ദിനത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ നിരു വാസുദേവൻ. വളരെ 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 സീനിയർ ആയിട്ടുള്ള ഒരു യോഗ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗ ദിനത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗാ ദിനത്തെ ക്ലാസ് എടുക്കുന്നത് മിസ്റ്റർ ശ്രീലാൽ മുരളിയാണ്. അദ്ദേഹവും ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു യോഗ അധ്യാപകനാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ യോഗാ ദിനത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം നമ്മളുടെ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ രഞ്ജിത്തും പങ്കെടുക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗാ ദിനത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ യോഗാ ദിനത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ മരുതൻകുഴിയിലെ വിദ്യാർത്ഥികളുണ്ട്. അവരെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമ്മളോടൊപ്പം എക്സൈസിലെ വിവിധ ഉദ്യോഗസ്ഥരും ഈ യോഗാ ദിനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഫേസ്ബുക്കിലും ലൈവ് സ്ട്രീമായിട്ട് ഈ പരിപാടി പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിലൂടെയും ഈ പരിപാടി വീക്ഷിക്കാവുന്നതാണ്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ യോഗാ ദിനത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ആദ്യമായി നമ്മളോട് ഈ യോഗാ ദിനത്തിൽ നമ്മളോട് ഈ യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ നിരു വാസുദേവൻ സാറിനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്കാരം സർ, പ്ലീസ്. താങ്ക് യു സർ. സർ, ഇച്ചിരി വോളിയം സർ ഇച്ചിരി ഫീബിൾ ആയിട്ടാണ് വോയിസ് കേൾക്കുന്നത് സർ. ഓക്കെ, ക്ലിയർ ആണോ ഇപ്പോൾ? സർ, ഇപ്പൊ ക്ലിയർ. ഓക്കെ. ബഹുമാനപ്പെട്ട എക്സൈസ് അധികാരികൾ, ഒഫീഷ്യൽസ്, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിന ആശംസകൾ. യോഗയെക്കുറിച്ച് ഒരു 10-15 വർഷം മുമ്പ് യോഗയെക്കുറിച്ച് ഉള്ള ഒരു മീറ്റിംഗ് സംഭവിക്കും. എന്താണ് യോഗ എന്ന് ശരിക്കും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് ലോകമെമ്പാടും യോഗയെ വെൽക്കം ചെയ്തു തുടങ്ങി, അതിനെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി, അതിനെ ലൈഫിൻ്റെ ഭാഗമാക്കി തുടങ്ങി, അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ഒരുപാട് അറിഞ്ഞു തുടങ്ങി, അന്വേഷിച്ചു തുടങ്ങി. ഇപ്പോൾ നമുക്ക് യോഗയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല. എങ്കിലും ബ്രീഫായിട്ട് ഞാൻ പറയാം. യോഗ എന്നതൊരു വളരെ അതിൻ്റെ അർത്ഥം തന്നെ യുജ് എന്ന വാക്ക്, അതായത് ഒരുമിക്കൽ എന്നുള്ളതാണ്. അപ്പം അതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്, ഒരുപാട് മാനങ്ങളുണ്ട്, വിവിധ മാർഗങ്ങളുണ്ട്. ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രാവർത്തികമായിട്ടും ഏറ്റവും പ്രചാരത്തിലുള്ളതും നമ്മൾ എല്ലാവരും ജനറലി നമ്മൾ അറിയുന്നതും ഹഠയോഗ, ആസനങ്ങളിലൂടെയും പ്രാണായാമത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഏറ്റവും നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കി അത് ജീവിതത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കുന്നത് ഈ പ്രാവർത്തികമായ ഹഠയോഗയിലൂടെ ആണ്. അപ്പോൾ യോഗയുടെ ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ വിമുക്തി കേരളം ആണ് ഏറ്റവും വലിയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ലോകത്തിൽ എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് ലോകം അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ ഹെൽത്ത് ചാലഞ്ചസിലൊന്ന്. അപ്പോൾ എങ്ങനെ യോഗ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതിൽ എങ്ങനെ യോഗ യൂസ്ഫുൾ ആവും? ജനറലി യോഗയുടെ ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറൗണ്ട് ബെനിഫിറ്റ്സ് ആണ്. ഒരു ഫിസിക്കൽ നമ്മൾ വിചാരിക്കുന്ന ഈ ചെയ്യുന്ന ആസനാസ് മാത്രമാണ് യോഗ എന്നുള്ളതാണ്. യോഗയ്ക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു മീനിങ്ങും ഇമ്പാക്റ്റും ഉണ്ട്. അപ്പം ഇതിലൂടെ ലഭിക്കുന്ന അനേകം ബെനിഫിറ്റ്സിൽ ഒന്നാണ് ഫിസിക്കലി നമുക്ക് ഇതുകൊണ്ട് ഫിസിക്കൽ വെൽബീയിങ് ഉണ്ടാവും, മെൻ്റൽ വെൽബീയിങ് ഉണ്ടാവും. അതിലും ആഴത്തിൽ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് യോഗ നമ്മളെ നയിക്കുന്നു. അപ്പോൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് അതിൻ്റെ, അല്ലെങ്കിൽ സിംറ്റംസ്, ഡൊമൈൻ ഓഫ് സിംറ്റംസ് വ്യത്യസ്തമാണ്.
കോഗ്നിറ്റീവ് ആയിട്ടുള്ളത്, സൈക്കോളജിക്കൽ ആയിട്ടുള്ളത്, ബിഹേവിയറൽ ആയിട്ടുള്ളത്, ഫിസിക്കൽ ആയിട്ടുള്ളതും ഒക്കെ. അപ്പം ഇതിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഇതിന് പല ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിലും ഒരു ഓവറോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് മെത്തഡോളജി ശരിക്കും ലാക്കിംഗ് ആണ്. അവിടെയാണ് യോഗയുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ പതഞ്ജലി മഹർഷിയുടെ പതഞ്ജലി യോഗസൂത്രയിൽ യോഗയ്ക്ക് 8 ലിംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അഷ്ടാംഗ യോഗ, 8 അംഗങ്ങളുണ്ട്. അപ്പം അതിൽ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് വ്യക്തമാവും. അഷ്ടാംഗ യോഗത്തിൽ 8 ലിംസിൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അപ്പം ഈ യമ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വ്യക്തി സമൂഹത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെയായിരിക്കേണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിൽ അഹിംസ പാലിക്കേണ്ടത് എങ്ങനെയാണ്, സത്യം എന്തുകൊണ്ട് ആചരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിയമത്തിൽ ഒരു വ്യക്തി അവനവൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉള്ള ഡിസിപ്ലിൻ എങ്ങനെയാണ്, അതായത് ശുചിത്വം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഈ കൂടുതൽ സെൻസസിൽ ഓവർ ഇൻഡൽജ് ചെയ്യാതിരിക്കാനുള്ള അതിനുള്ള ഒരു പ്രാക്ടീസ് നിയമത്തിൽ, യമ നിയമത്തിൽ. അതുപോലെ ആസനാസാണ് നമ്മൾ സാധാരണ യോഗ എന്ന് നമ്മൾ കരുതുന്ന ആസനാസാണ്. വിവിധ തരത്തിലുള്ള യോഗാസനങ്ങൾ. ഈ യോഗാസനങ്ങൾ, ആ ആസനങ്ങളുടെ മൂവ്മെൻറ്റ്സിലൂടെ നമുക്ക് മനസ്സിൻ്റെ ഒരു സ്റ്റിൽനെസ്സിലേക്ക് എത്താൻ പറ്റും. അത് ഈ പറയുന്ന പ്രാണായാമം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശ്വാസത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിൽ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഓരോ ഇമോഷൻസ് വരുമ്പോഴും നമ്മുടെ ശ്വാസത്തിൻ്റെ പാറ്റേൺ വ്യത്യാസം ആണ്. അപ്പോൾ ശ്വാസവും മനസ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനെ വലിയൊരു അളവ് വരെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റിലും ഇൻ്റർവെൻഷൻസിലും ഒക്കെ ബ്രീത്തിങ് ടെക്നിക്സ് ഒരുപാട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ വലുതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുന്ന് ഈ ധാരണ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, മെഡിറ്റേഷൻ. പ്രത്യാഹാര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഈ എപ്പോഴും മനസ്സ് ഈ പുറമേക്കാണല്ലോ, കണ്ണിലൂടെയും കേൾക്കുന്നതിലും കാണുന്നതിലും ഒക്കെ. അപ്പം അതിനെ കുറച്ച് അതിൽ നിന്ന് ഈ സെൻസസിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഉള്ളിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ധാരണയും അത് തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ധ്യാനം, മെഡിറ്റേഷൻ ഏറ്റവും ഒരു സ്റ്റിൽനെസ് അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, സമാധിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഏറ്റവും പ്യുവറസ്റ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പം ഈ യോഗയുടെ ഡീപ്പായിട്ടുള്ള ബെനിഫിറ്റ്സ് ഇതാണ്. ബട്ട് ജനറലി യോഗ ചെയ്തു തുടങ്ങുന്ന ഒരാൾക്ക് ഓവറോൾ സിസ്റ്റംസ് എല്ലാം ഒരു ഹാർമോണിയിൽ വരും. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ആണെങ്കിലും മസ്കുലാർ സിസ്റ്റം ആണെങ്കിലും, യു ടേക്ക് എനി സിസ്റ്റം ബോഡിയുടെ, അപ്പോൾ അതിൻ്റെ എല്ലാം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടെ ഹാർമോണിയസ് ആവും. ഇത് വരുമ്പോൾ തന്നെ നോർമലായിട്ടുള്ള ഒരാൾക്ക് തന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രേവിങ് ഫോർ ദി സബ്സ്റ്റൻസ്, ഇപ്പോൾ സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഈ ക്രേവിങ് കുറഞ്ഞു വരും. 65% ഓഫ് ആൾക്കാർക്ക് ഒരു 1 വീക്ക് യോഗ ചെയ്യുന്നതിലൂടെ തന്നെ ഈ ക്രേവിങ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. സോ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇതാണ്. മാനേജ്മെൻറ്റിലും അതുപോലെ റീഹാബിലിറ്റേഷനിലും ഫോളോ അപ്സിലും ഒക്കെ വളരെ പോസിറ്റീവ് റിസൾട്ട്സ് ആണ് ഉള്ളത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയണം, അല്ലേ? അപ്പോൾ യോഗ ചെയ്യുന്ന ഒരു പുതിയ തലമുറ, അവർക്ക് ഇതിനോടുള്ള ആസക്തി വളരെ കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. യോഗ ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് ബേസിക്കലി സ്ട്രെസ്സാണ് പലരെയും ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്. സ്ട്രെസ്സിൽ നിന്ന് ഫ്രീഡം കിട്ടാനായിട്ട് പലരും ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. രണ്ടാമത് മനസ്സിനെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു കഴിവ് ഇല്ലാതെ വരുമ്പോഴും ഇതിൽ ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ, എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണെന്ന്, മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നതിനേക്കാളും എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നത് യോഗ വളരെ ഒരു വലിയ അളവ് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പുതിയ ജനറേഷന് യോഗ കർമ്മശു കൗശലം എന്നാണ്. സ്കിൽ ഇൻ ആക്ഷൻ ഇസ് യോഗ. സ്കില്ല് ഏറ്റവും ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും, അല്ലേ? ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും സ്കില്ല് ആവശ്യമാണ്. സ്കിൽഫുൾ ആവാൻ വേണ്ടി യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഈ വൈവിധ്യങ്ങളുമാണ് ലോകത്തിൽ ഫേസ് ചെയ്യുന്നത്. ഇതിനെ നേരിടാതിരിക്കാൻ സാധ്യമല്ല നമുക്ക് ലൈഫിൽ. അപ്പം ഈ വൈവിധ്യങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെ സ്കിൽഫുള്ളായിട്ട് നമുക്ക് പോകേണ്ട മാർഗത്തിൽ നമുക്ക് പോകാം, നമുക്ക് എത്തേണ്ട ലക്ഷ്യത്തിൽ നമുക്ക് എത്താം, ഇതിനുള്ള സ്കിൽസ് യോഗയിലൂടെ നമുക്ക് ലഭിക്കും. എന്ത് കാര്യം നമുക്ക് നേടണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് ശക്തമായിരിക്കണം, മനസ്സ് ശാന്തമായിരിക്കണം, മനസ്സ് ഊർജമുള്ളതായിരിക്കണം, മനസ്സും ശരീരവും ഊർജമുള്ളതായിരിക്കണം. അതിന് യോഗ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ പ്രിവെൻഷൻ ആണ് എപ്പോഴും ക്യൂറിനെക്കാളും ബെറ്റർ. അപ്പം പുതിയ തലമുറ യോഗയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് സ്വീകരിക്കേണ്ടത്. അപ്പം ലോകമെമ്പാടും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പല യൂണിവേഴ്സിറ്റീസും യോഗ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ തന്നെ യോഗയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, ഇന്ത്യയിൽ നിന്നാണ് യോഗ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ്, ഈ നാടാണ് യോഗയെ സമ്മാനിച്ചത് ലോകത്തിന്. ഇപ്പോൾ ലോകമെമ്പാടും യോഗയെ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ കുട്ടികൾ അവർ എല്ലാ ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഇന്ന് യോഗ ചെയ്യുന്നുണ്ട്. ശ്രീലാൽ മുരളി സാറ് യോഗ ലീഡ് ചെയ്യും അവരെ. ഈ ഒരു അവസരത്തിൽ നിങ്ങളോടെല്ലാം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ ഓർഗനൈസേഴ്സിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിനാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ രഞ്ജിത്തിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണം സാർ. കേൾക്കുന്നില്ലല്ലോ. കേൾക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും സാങ്കേതിക തടസ്സമായിരിക്കും. സാങ്കേതിക തടസ്സമാണ് സാർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് യോഗ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ശ്രീലാൽ മുരളി സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് യോഗയെ കുറിച്ചെല്ലാം കേട്ടു. നമുക്കപ്പം യോഗ ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഴുന്നേക്കാം എല്ലാവരും. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ കറക്റ്റ് എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ബോഡി റൊട്ടേഷൻസിൽ തുടങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ ആസനത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെക്ക് റൊട്ടേഷൻ ചെയ്യാം. ശരീരം ഫ്രീ ആയിട്ട് നിന്നിട്ട് ശ്വാസം എടുത്ത് തല പിന്നിലേക്ക് പോകുന്നു. ശ്വാസം വിടുമ്പോൾ താടി നെഞ്ചിലേക്ക് വരും. ഒപ്പം ചെയ്യാം. ശ്വാസം എടുക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം വിട്ട് താടി നെഞ്ചിലേക്ക്. ഇനി ഒരു ശ്വാസം എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെ, നിങ്ങളുടെ വലതുവശത്തൂടെ തല ചുറ്റി പിന്നിലേക്ക്. ശ്വാസം വിടുമ്പോൾ തല ചുറ്റി ഇടതുവശത്തൂടെ താടി നെഞ്ചിലേക്ക്. ബ്രീത്ത് ഇൻ, ശ്വാസം എടുക്കുന്നു.
ശ്വാസം വിടുന്നു. ഒരിക്കൽ കൂടെ ചെയ്യും. വലതുവശത്തൂടെ റിലാക്സ്. ഇനി ഓപ്പോസിറ്റ് തിരിച്ചു ചെയ്യാം. ഇടതുവശത്തൂടെ ഫ്രീ ആയിട്ട് ഒരു ബലവും കൊടുക്കണം. വളരെ സാവകാശം ശ്വാസത്തിനൊപ്പം breathe in and breathe out. ശ്വാസം എടുത്ത് പിന്നിലേക്ക് വരുന്നു. ശ്വാസം എടുത്ത് മുന്നിലേക്ക്. ശ്വാസം എടുക്കുന്നു, തല നിവർത്തുന്നു, റിലാക്സ്. ഷോൾഡർ റൊട്ടേഷൻ. തോൾ, നമ്മള് കൈകൾ തോളിന്റെ മേൽ വെക്കുക. ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ മുന്നിലൂടെ കൈകൾ ഉയർത്തി പിന്നിലൂടെ താഴേക്ക് വരും. ഫ്രീ ആയിട്ട് ശ്വാസത്തിനൊപ്പം ഒരു ബലവും കൊടുക്കണം. വളരെ സാവകാശം, ഉത്സാഹത്തോടുകൂടി. തിരിച്ച് പിന്നിലൂടെ മുന്നിലേക്ക്. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിശ്രമിക്കുക. കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കയ്യിൽ കുഴ മുറുക്കി വെച്ചിട്ട് കൈക്കുഴ ഓപ്പോസിറ്റ്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. ഹിപ്പ് റൊട്ടേഷൻ. ഇടുപ്പ് കൈ വെച്ചിട്ട് വലതുവശത്തേക്ക്. ആദ്യം ക്ലോക്ക്. ശ്വാസത്തിനൊപ്പം സാവകാശം. തിരിച്ച് ഓപ്പോസിറ്റ്. റിലാക്സ്. കൈകൾ മുട്ടിൽ വെക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ മുട്ട് നിവർത്താം. ശ്വാസം വിടുമ്പോൾ മടക്കാം. ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്. ബ്രീത് ഇൻ, ശ്വാസം എടുക്കുന്നു, ശ്വാസം. ആൻഡ് റിലാക്സ്. കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് കാലിന്റെ കുഴ ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക്. And relax. Left leg, ഇടത് കാൽ. And relax. നമ്മൾ സ്ട്രെച്ചസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആസനത്തിലേക്ക് പോവാണ്. ആദ്യം നമുക്ക് പാം ട്രീ പോസ്റ്റർ അല്ലെങ്കിൽ താടാസന. കാലൊരൽപ്പം അകറ്റി വെക്കുന്നു. കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് മേലിലേക്ക് വരും. കോർത്ത് പിടിക്കും. കൈകൾ ഓപ്പോസിറ്റായി തിരിച്ചു പിടിക്കുന്നു. കൈപ്പത്തി. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഉപ്പൂറ്റി ഉയർത്താം. നിങ്ങളുടെ വിരലിൽ നിൽക്കാം. ആ പോസ്റ്ററിൽ നിന്നുകൊണ്ട് ശ്വാസം എടുത്ത് വിടാം. ശ്രദ്ധ ശ്വാസത്തിൽ. ഒരു 5 സെക്കൻഡ് ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം റിലാക്സ് ചെയ്യുന്നു. തിരിച്ചതുപോലെ കൈകൾ താഴേക്ക് വരും. ആൻഡ് റിലാക്സ്. വിശ്രമിക്കും. അടുത്ത വൃക്ഷാസന. നമ്മൾ മരത്തിനെ പോലെ ആവും. വലത് കാല് മടക്കി നമ്മുടെ ഇടത് കാലിന്റെ മുട്ടിന് മേളിലേക്ക് വയ്ക്കും. കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് മേളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ബാക്കി കൈകളെല്ലാം കോർത്ത് പിടിച്ചിട്ട് ചൂണ്ടുവിരൽ മാത്രം മേളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. മാക്സിമം കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട്
ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കും. ശ്രദ്ധ ശ്വാസത്തിൽ. ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യാം. ഇതുപോലെ തിരിച്ച് ഇടത് കാല് വലത് കാലിന്റെ തൊടയുടെ അവിടെ അല്ലെങ്കിൽ കാൽമുട്ടിന് മേലിൽ വയ്ക്കുന്നു. ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് പോകുന്നു. സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. ചൂണ്ടുവിരൽ മാത്രം മേളിലേക്ക്, ബാക്കി കൈകൾ ഇന്റർലോക്ക് ചെയ്ത്. ശ്രദ്ധ ശ്വാസത്തിൽ. ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്. ശ്വാസം വിട്ട് കൈകൾ താഴെ. ആദ്യം നമ്മൾ നിന്നുകൊണ്ടുള്ള ആസനാസ് ചെയ്തു. ഇനി നമ്മൾ ഇരുന്നിട്ടുള്ള ആസനാസ് ചെയ്യും. നമ്മൾ കാലിന്റെ മുട്ടിൽ ഇരിക്കുന്നു, നിൽക്കുന്നു. നേരെ കാലിന്റെ പാദങ്ങളിലേക്ക് ഇരിക്കും. ഇത് വജ്രാസനം. വജ്രാസനത്തിൽ ഇരുന്ന് കുറച്ചു നേരം ശ്വാസം എടുത്ത് വിടാം. കാലിന്റെ മുട്ടില് നിൽക്കാം. മാർജാരാസനം. പൂച്ചയെ പോലെ കൈകൊത്തി നിൽക്കുന്നു. ശ്വാസം എടുത്ത് നമ്മൾ മേളിലേക്ക് നോക്കും, മുതുക് വളയ്ക്കും. ശ്വാസം വിടുമ്പോൾ താടി നെഞ്ചിലേക്ക്, വയറുള്ളിലേക്ക് വലിച്ച് നമുക്ക് പൂച്ച നിലയും പോലെ നിലയും. ബ്രീത് ഇൻ. ശ്വാസം എടുക്കാം. മേളിലേക്ക് നോക്കുന്നു. ശ്വാസം വിട്ട് താടി നെഞ്ചിലേക്ക് വരുന്നു, വയറുള്ളിലേക്ക് വലിക്കുന്നു. ഒരിക്കൽ കൊടുച്ചു. ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്. ശ്വാസം വിടാം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് വജ്രാസനത്തിലേക്ക് ഇരുന്ന് തല എത്രത്തോളം താഴ്ത്താൻ പറ്റും അത്രയും താഴ്ത്തി കൈകൾ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഈ പോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേ. സാവകാശം കമിഴ്ന്ന് കിടക്കാം. കമിഴ്ന്ന് കിടന്ന് ആദ്യം ചെയ്യുന്നത് ഭുജംഗാസനം. കൈകൾ രണ്ടും തോളിന് ഇരുവശത്തും പൊട്ടിയെത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയരുന്നു, നെഞ്ചുയരുന്നു, നമ്മുടെ നാഭി വരെയുള്ള ഭാഗം ഉയരും. നോട്ടം മേലിലേക്ക് നോക്കാം. കോബ്ര പോസ്റ്റ്, ഭുജംഗാസനം. ശ്വാസം വിട്ട് സാവകാശം ശ്വാസത്തിനൊപ്പം താഴ്ത്തി വളരെ സാവകാശം, പെട്ടെന്ന് ഇട്ട് കളയാം. ആൻഡ് റിലാക്സേഷൻ. മകരാസനം. കൈകൾ രണ്ടും മുന്നിലേക്ക് ഇങ്ങനെ ഒരു കൈയുടെ മേലിൽ ഒരു കൈ വെച്ച് വലതുവശത്തേക്ക് തല ചരിച്ച് ഫേസ് ഫേസ്. ശ്വാസത്തിൽ ശ്രദ്ധ. വലദോഷം ചരിഞ്ഞ് മലർന്നു കിടക്കും. പവനമുക്താസനം. ആദ്യം വലത് കാല് മടക്കുന്നു, കൈകൊണ്ട് കോർത്ത് ശരീരത്തോട് ചേർത്ത് തല എത്രത്തോളം ഉയർത്താൻ പറ്റും നിങ്ങൾക്ക് അത്രത്തോളം ഉയർത്തി ഇടത് കാല് തറയിൽ പതിഞ്ഞിരിക്കും.
വലത് കാലം മാത്രം ശരീരത്തോട് ചേർത്ത് പിടിച്ച് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കാം. ബ്രീതിങ് ആൻഡ് ബ്രീത്ത്. റിലാക്സ്. അതുപോലെ ഇടത് കാലം മടക്കി നെഞ്ചിനോട് ചേർത്ത് കൈകൊണ്ട് കോർത്ത് പിടിക്കുന്നു, തല ഉയർത്തുന്നു, ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേ. ഓരോ പോസ്റ്റിൽ നിൽക്കുമ്പോഴും നമ്മുടെ ശരീരം സ്ഥിരമായി. ശ്വാസം എടുത്തു റിലാക്സ്, വിശ്രമിക്കും. രണ്ട് കാലും മടക്കി കൈകൊണ്ട് കോർത്ത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് തല ഉയർത്തുന്നു. ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്. ആൻഡ് റിലാക്സ്, വിശ്രമിക്കാം. കൈകൾ രണ്ടും ശരീരത്തിനോട് വശങ്ങളിൽ ചേർത്ത് വെച്ച് കയറുകൾ അല്പം അകറ്റി കണ്ണുകൾ അടച്ച് കിടക്കാം. ശവാസനം. വലദോഷം ചരിഞ്ഞ് എഴുന്നേറ്റിരിക്കാം. അപ്പം നമ്മള് സ്ട്രെച്ചസ് ചെയ്തു, ആസനാസ് ചെയ്തു. ഇനി നമുക്കൊരു 3 പ്രാണായാമം കൂടി പഠിക്കും. ആദ്യം കപാൽഭാതി പ്രാണായാമം. നട്ടിൽ നിവർന്നിരിക്കുന്നു നമ്മള്. എന്നിട്ട് ശ്വാസം എടുത്ത് വിടുന്നു. ഇനി ഒരു ആദ്യം ഞാൻ ചെയ്ത് കാണിക്കാൻ, എന്നിട്ട് നമുക്ക് എന്നിട്ട് ശ്വാസം എടുത്തിട്ട് ശ്വാസം ശക്തിയായി വിടും, വയറ് ഉള്ളിലേക്ക് വലിക്കുന്നു. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യും. റിലാക്സ് ചെയ്യും. ഒരു 5 സെക്കൻഡ് റിലാക്സ് ചെയ്യുന്നു, വീണ്ടും 10 പ്രാവശ്യം ചെയ്യുന്നു, റിലാക്സ് ചെയ്യും, വീണ്ടും 10 പ്രാവശ്യം. 3 റൗണ്ട് ചെയ്യാലോ. നട്ടിൽ നിവർന്നിരിക്കുന്നു, കൈ മലർത്തി വെച്ചിരിക്കാം. സാധാരണ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. ഇനി ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ശക്തിയായി ശ്വാസം വിടുന്നു. and relax. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുന്നു, ശക്തിയായി ശ്വാസം വിടുന്നു. റിലാക്സ്, വിശ്രമിക്കാം. ശരീരം ശ്രദ്ധിക്കാം. 3ാമത്തെ റൗണ്ട്, അവസാന റൗണ്ട്. ബ്രീത് ഇൻ, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ദീർഘശ്വാസം എടുത്ത് and relax, വിശ്രമിക്കാം. ശരീരത്തിലുണ്ടാകുന്ന ഊർജം ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് നാഡീശോധന പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം, ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്ന് പറയും. അതിനെ നമ്മൾ ഇടത് കൈ ചിന്മുദ്ര, ചിന്മുദ്ര എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരലും തള്ളവിരലും നേരിയ സ്പർശം, ബാക്കി 3 വിരലുകൾ നിവർത്തി വെക്കും. ഇത് വലത് കൈയുടെ തള്ളവിരൽ വലത് മൂക്കിലും വലത് മൂക്കിന്റെ വലത്തെ ഓപ്പണിങ്ങിലും, ചൂണ്ടുവിരൽ നമ്മുടെ മോതിര വിരലും ചെറുവിരലും ഇടത് മൂക്കിന്റെ ദൂരത്തിന്റെ
മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇപ്പൊ ഇത് നമ്മുടെ നടുവിരലും ചൂണ്ടുവിരലും പുരികങ്ങളുടെ മധ്യത്തില് ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുക. പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇടത് കൈ ചിന്മുദ്ര, ചൂണ്ടുവിരലും തള്ളവിരലും നേരിയ സ്പർശം, ഇടത് തുടയിൽ മലർത്തി. വലത് കൈയുടെ തള്ളവിരല് വലത് മൂക്കിലും മോതിരവിരലും ചെറുവിരലും ഇടത് മൂക്കിലും ഇങ്ങനെ. മറ്റു രണ്ട് വിരലുകള് നമ്മുടെ പുരികങ്ങളുടെ മധ്യത്തിൽ ജസ്റ്റ് ടച്ച് ആയിട്ടിരുന്ന. ഇത് നമ്മളെ തള്ളവിരൽ ഉപയോഗിച്ച് വലത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അടച്ചു പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ആദ്യം പുറത്തേക്ക് വിടും. കഴിഞ്ഞ ഇടത് മൂക്കിലൂടെ ഒരു ശ്വാസം ദീർഘത്തിൽ ആഴമേറിയ എന്നാൽ ബലം കൊടുക്കാതെ ഇടതുവശത്തുകൂടെ ശ്വാസം ഉള്ളിലേക്ക്. ഇടത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. വലതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. വലത്തേ ദ്വാരം അടച്ചു ഇടതുവശത്തൂടെ പുറത്തേക്ക്. ഇതാണ് ഒരു റൗണ്ട് നാഡീശ്വരം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇടതുവശത്തൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ദീർഘശ്വാസം ഇടതേ ദ്വാരം അടച്ചു പിടിച്ച് വലത്തേ ദ്വാരത്തിലൂടെ പുറത്തേക്ക്. വലത് ദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് അടച്ചു പിടിച്ച് ഇടതുവശത്തൂടെ പുറത്തേക്ക്. Breathe in. Breathe out. ശ്വാസം ഉള്ളിലേക്ക് വലതുവശത്തൂടെ ഇടതുവശത്തൂടെ പുറത്തേക്ക്. ഇടതുവശത്തൂടെ അകത്തേക്ക് വലതുവശത്തൂടെ പുറത്തേക്ക്. ഉള്ളിലേക്ക് വലതുവശം വച്ച് പിടിച്ച് ഇടതുവശത്തൂടെ. വിശ്രമിക്കും. റിലാക്സ്. കൈകൾ രണ്ടും മലർത്തി വെച്ച് കണ്ണുകൾ അടച്ച് വിശ്രമിക്കും. ശ്രദ്ധ ശരീരത്തിൽ. സാവകാശം കണ്ണടയ്ക്കും. നമുക്കിനി ഒരു പ്രാണായാമം കൂടി പഠിക്കാം. ഭ്രമരി പ്രാണായാമം. ഭ്രമരി പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഭ്രമരം കേട്ടിട്ടുണ്ട്. വണ്ടിന്റെ മൂളല് പോലെ നമ്മൾ ശബ്ദം ഉണ്ടാക്കും. ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തള്ളവിരല് ഈ ചെവിയിൽ ഒരു അടപ്പ് പോലെ അതിന്റെ മേലിലേക്ക് രണ്ട് തള്ളവിരലും രണ്ട് ചെവിയുടെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ചൂണ്ടുവിരല് കണ്ണിന് മേലിൽ വെക്കും. ബാക്കി വിരലുകള് നമ്മുടെ ചെറുവിരല് ചുണ്ടിനടിയില്, നമ്മുടെ മൂക്കിന് താഴെയായിട്ട് മോതിര വിരലുകള്, മൂക്കിന്റെ പാലത്തിൽ നമ്മുടെ നടുവിരല്, ചൂണ്ടുവിരൽ കണ്ണിന് മേളിൽ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത ബലമൊന്നും കൊടുക്കും. എന്നിട്ട് നമ്മള് ദീർഘശ്വാസം എടുത്തിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരൽ ഉപയോഗിച്ച് നമ്മുടെ ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? ചെയ്യാം. ശ്വാസം എടുക്കുന്നു, ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. ഇനി ഒരു ദീർഘശ്വാസം എടുത്ത് relax. Breathe in.
Relax. Final round. Breathe in. And relax. വിശ്രമിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ മടിമേൽ മലർത്തി വെച്ച് വിശ്രമിക്കാം. ശ്രദ്ധ ശരീരത്തിലും മനസ്സിലും. കണ്ണടഞ്ഞ് തന്നെ ഇരിക്കട്ടെ. ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. നട്ടിൽ നിവർന്നിരിക്കുക. സുഖമായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവിടെ. കണ്ണടച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മിപ്പോൾ ഒരു ധ്യാനം ചെയ്യാണ്, മെഡിറ്റേഷൻ. ജസ്റ്റ് എന്താണോ പറയുന്നത് നിങ്ങൾ കണ്ണടച്ച് കേട്ടിരുന്നാൽ മതി. ഒരു എഫേർട്ടിന്റെ ആവശ്യമില്ല. കണ്ണുകൾ അടച്ച് വിശ്രമിച്ചാൽ മാത്രം മതി. ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെയും ശ്രദ്ധിക്കാം. ഫാന് കറങ്ങുന്ന ശബ്ദമുണ്ടാകാം, പക്ഷികളുടെ ശബ്ദമുണ്ടാകാം, വാഹനങ്ങളുടെ ശബ്ദമുണ്ടാകാം, ഏത് ശബ്ദമായിരുന്നു. നാം ഇപ്പോൾ ശബ്ദങ്ങളുമായി രമ്യതയിലായി കഴിഞ്ഞു. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വരാം. നമ്മുടെ ശ്രദ്ധയെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ഒരു പ്രയത്നത്തിന്റെ ആവശ്യമില്ല. വലത് കാൽപാദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വലത് കാലും കാൽമുട്ടും ശ്രദ്ധിക്കാം. വലത്തെ തുടയും ഇടുപ്പും ശ്രദ്ധിക്കാം. വലതു കാൽ പൂർണ്ണമായും ശ്രദ്ധിക്കാം. ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ഇടത് കാലും കാൽമുട്ടും ശ്രദ്ധിക്കാം. ഇടത്തെ തുടയും ഇടുപ്പും ശ്രദ്ധിക്കാം. ഇടതുകാൽ പൂർണ്ണമായും ശ്രദ്ധിക്കാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാം. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കും. അടിവയറും വയറും ശ്രദ്ധിക്കാം. നെഞ്ച്,
വലത് തോളും വലത് കൈയും ശ്രദ്ധിക്കാം. ഇടത് തോളും ഇടത് കൈയും ശ്രദ്ധിക്കാം. തൊണ്ട, മുഖം ശ്രദ്ധിക്കാം. തല, ശരീരം പൂർണ്ണമായും ശ്രദ്ധിക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുന്നു, പൂർണ്ണമായും പുറത്തേക്ക് വിടാം. ഈ ശരീരം നമുക്ക് പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്ന വരദാനമാണ്. ഓണർ യുവർ ബോഡി. ദീർഘശ്വാസം എടുക്കുന്നു, പൂർണ്ണമായും പുറത്തേക്ക്. നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നല്ലതോ ചീത്തയോ, ശുഭകരമായതോ അശുഭകരമായതോ ആയ ചിന്തകളായിക്കൊള്ളട്ടെ, ഒന്നും തടയേണ്ടതില്ല. എല്ലാം ശ്രദ്ധിക്കാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ദീർഘശ്വാസം എടുക്കാം, പുറത്തേക്ക് വിടാം. Become aware of your feelings. നിങ്ങളുടെ വികാരങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ഏത് തരം വികാരവും ആയിക്കൊള്ളട്ടെ, ഒന്നും തടയേണ്ടത്. Just observe. ദീർഘശ്വാസം എടുക്കുന്നു, പൂർണ്ണമായും പുറത്തേക്ക്. നമ്മൾ തന്നെയാണ് ശാന്തി, നമ്മൾ തന്നെയാണ് സന്തോഷം. We are peace and joy. ദീർഘശ്വാസം എടുക്കാം, പൂർണ്ണമായും പുറത്തേക്ക്. ശ്രദ്ധയെ വികാരങ്ങളിലേക്ക് കൊണ്ടുവരാം. ചിന്തകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം.
ദീർഘശ്വാസം എടുക്കാം. പൂർണ്ണമായും പുറത്തേക്ക്. ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കും. ചുറ്റുപാടിനെയും സ്വന്തം ശരീരത്തെയും കുറിച്ച് ബോധമുള്ളവരായിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുക്കുന്നു. പുറത്തേക്ക് വിടുന്നു. സാവകാശം വേണ്ടത്ര സമയമെടുത്ത് മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കുക. ഓക്കെ. നമ്മുടെ യോഗ കഴിഞ്ഞു. സാറിന് എന്തെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സാർ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതുവരെ ചെയ്യാത്തവര്, നമ്മുടെ സ്കൂളിലെ കുട്ടികളല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവരൊക്കെ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയേണ്ടതൊക്കെ പറഞ്ഞല്ലേ. ശരി ശരി. ഞാൻ നമ്മളുടെ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ രഞ്ജിത്ത് ഉണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മളുടെ വിമുക്തി മിഷനെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നതിന് വേണ്ടി. നന്ദി സാർ. ബഹുമാനപ്പെട്ട അഡീഷണൽ കമ്മീഷണർ രാജീവ് സാർ, ഇവിടെ യോഗ ഡേയിൽ സാർ കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. യോഗ ഡേയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ നിരൂപ് വാസുദേവൻ സാർ, യോഗ അഭ്യസിപ്പിച്ച ശ്രീലാൽ മുരളി സാർ, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ, നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർ, വിമുക്തി പ്രവർത്തകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സാർ, അന്താരാഷ്ട്ര യോഗാ ദിനം വിമുക്തിയുടെ ബാനറിൽ നമുക്ക് സമുചിതമായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. ഇന്റർനാഷണൽ യോഗ ഡേ ആയി ഇന്നേ ദിവസം അംഗീകരിച്ചതിൽ പിന്നെ എല്ലാ വർഷവും ഇത് തുടർച്ചയായി നടന്നു വരുന്നു. ഈ വർഷത്തെ യോഗ ഡേ സ്ലോഗൻ തന്നെ, യോഗ ഡേയുടെ സ്ലോഗൻ യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി എന്നതാണ്. വീടുകൾക്കുള്ളിലും ഫാമിലി അംഗങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഈ വർഷം ഉയർത്തുന്ന മുദ്രാവാക്യം. ശ്രീ നിരൂപ് വാസുദേവൻ യോഗയുടെ ഒരു സാങ്കേതിക വശങ്ങളെയും അതിൻ്റെ ഒരു ആധ്യാത്മിക തലവും അതിൻ്റെ ഒരു ചരിത്രവും നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. ഇവിടെ വിവിധ യോഗചര്യകളെ പറ്റി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഹഠയോഗത്തിൽപ്പെടുന്നതാണ് യോഗ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പ്രധാനമായും ശരീരത്തിൻ്റെ 2 നാഡികൾ, ഇട പിംഗള എന്ന നാഡികൾ, അത് യഥാക്രമം ചന്ദ്രനെയും സൂര്യനെയും പ്രതിനിധീകരിക്കുന്നവയാണ്. ശരീരത്തിൻ്റെ ചൂടും തണുപ്പും ആ രീതിയിൽ അത്തരത്തിൽ ശരീരത്തെ ഒരു ഏകാഗ്രമായി ചേർച്ച അല്ലെങ്കിൽ ഒരു സമഞ്ജസമായ സമ്മേളനം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആ ഒരു ചേർച്ചയാണ് യോഗ എന്ന വാക്കിന്റെ അർത്ഥം. അതിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ നമുക്ക് ശ്വാസകോശങ്ങളുടെ ഒരു ശക്തി, അതിൻ്റെ ഒരു പെർഫോമൻസ് വൈസായിട്ടുള്ള ഒരു ശക്തി ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന രോഗം സംബന്ധിച്ച വാർത്തകൾ ഉണ്ടായിരിക്കെ മനസ്സിന് ഒരു മനോബലം കൂട്ടുന്ന പ്രക്രിയയും ആവശ്യമാണ്. ഇതെല്ലാം തന്നെ നമുക്ക് തരുവാൻ നിശ്ചയമായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്തതിലൂടെ നടക്കും. ഇന്ത്യ ഭാരതം ലോകത്തിന് സമ്മാനിച്ച ആ ഒരു ശാരീരിക ക്രമം, ജീവിതക്രമം, യോഗ എല്ലാ കാലത്തും തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് ആശിക്കാം. ഇവിടെ പങ്കെടുത്തവരും എല്ലാവർക്കും വിമുക്തി മിഷന്റെ പേരിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി സാർ. വളരെ നല്ല രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളുടെ ശ്രീ നിരൂപ് വാസുദേവൻ സാർ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുമായിരുന്നു യോഗയെ കുറിച്ചുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൃതജ്ഞത ഞാൻ ഈ ഒരു അവസരത്തിൽ 2 പേരോടും ഷെയർ ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്കൂൾ പ്രിൻസിപ്പലെ ശ്രീമതി സുപർണ പ്രേംലാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം പ്ലീസ്. മാഡം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു.
മാഡം ജോയിൻ ചെയ്തിട്ടുണ്ടോ? Hello. കേൾക്കാം മാഡം, പറഞ്ഞോളൂ. Okay. Good morning, sir. Is it okay if I speak in English? എനിക്ക് മലയാളം it's okay. No issue at all. You can speak in English. No issue. Okay, sir. Good morning to all present here. It's a pleasure to see everyone gathered here to celebrate a day steeped in tradition, yet serving the whole world with its uniqueness, the International Yoga Day. I would like to just point out certain things that has been very disturbing for all of us as teachers. Our children are living in a very hurried, busy world of parents, school pressures, and incessant lessons. Along with it, we have online classes. And it is yoga that helps our children move away from this. So it is very stressful for us. So what we do normally in SSRVM schools is that we give them everyday yoga. We allow them to explore themselves, meet the reality, not run away from the reality, as most of us have seen that some children who take a different path into the dark world. The reason why they move to the dark world is only because they don't have the courage to face the reality. But in SSRVM, we make them do these asanas every day in the morning from 7:30 to 8. The teachers also do with them. The teachers allow them to express themselves. So which shows that there was a study that was seen sometime before, which showed that the students of SSRVM school have less stress. When they do the asanas, they are asked to stretch, make sounds in union with the nature. So this makes them a better human being. And Vimukti Kerala is always trying for a drug-free world, a peaceful world. So I hope I couldn't join earlier, so I have not actually witnessed what happened. But I wish all the officers and my students who have taken part in this International Day of Yoga, along with the Exercise Department, and wishing all the officers and everyone a very warm day. Check with it. Thank you, madam. അതുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഈ മീറ്റിംഗ് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you to all.